ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ഇന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കാലാവസ്ഥ നല്ല കാലാവസ്ഥ, സ്നോ ഒക്കെ ഉണ്ട്. എന്നാലും ഇച്ചിരി വെയിലുള്ളതുകൊണ്ട് നമുക്കിന്ന് വെളിയിൽ പോകാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം ഇന്ന് നമ്മൾ നമ്മുടെ സ്ഥിരം പോകുന്ന ഷോപ്പ് എക്സ്ട്രീം ആർസി ആൻഡ് ഹോബിയിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് കളക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിനെ അൺബോക്സ് ചെയ്യാം. ഏതാ പ്രൊഡക്റ്റ് ഒന്നും എനിക്കറിയത്തില്ല. നമുക്ക് അവിടെ പോയി നോക്കാം എന്തോ അവരുടെ പുതിയ സ്റ്റോക്കിലുള്ളത്. അതനുസരിച്ച് നമുക്ക് ഏതെങ്കിലും ഒരെണ്ണത്തിനെ പൊക്കിക്കൊണ്ട് വന്നിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിൽ സ്വാഗതം. നമുക്ക് മുമ്പോട്ടിന് വീഡിയോ വെച്ച് കാണാം. ഗൈസ്, ഇപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി കടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. നല്ല വെയിലുണ്ടെങ്കിലും നിങ്ങൾ തെറ്റിദ്ധരിക്കില്ല, -20 ഇവിടുത്തെ ടെമ്പറേച്ചർ ഇപ്പം. ഇനി നമ്മൾ വണ്ടി എടുത്ത് ഇവിടുന്ന് ഒരു 5 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ. ആ ഷോപ്പിൽ പോയിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ എടുക്കാം. അവിടെ ഉള്ള സെലക്ഷനൊക്കെ കാണിക്കാൻ ഞാൻ ശ്രമിക്കാം. ഗൈസ്, ഞാൻ പറഞ്ഞതിനകത്ത് ചെറിയ തീർത്തലുണ്ട്. ഇന്ന് -25 ഇതാണ് വെയിലും. വെയിലുണ്ടെങ്കിൽ ഇവിടെ ചൂടായിരിക്കും എന്ന് വിചാരിക്കേണ്ട. ഇതാണ് ടെമ്പറേച്ചർ, -25°C. അപ്പോൾ ഗൈസ്, ഞാൻ വണ്ടി ഇരുന്ന് ഷോപ്പിൽ എത്തിയപ്പോൾ തന്നെ ഒരു നല്ല ഡീല് ഇതിന് എനിക്ക് കിട്ടിയപ്പോൾ ഇത് ഞാൻ മേടിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനെ വീട്ടിൽ തിരിച്ചങ്ങ് പോകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ആർമാൻ്റെ ഫ്യൂറി എന്ന് പറയുന്ന 1:10 സ്കെയിലിൽ വരുന്ന ഈ ഒരു മോഡലാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകത എന്ന് പറയാൻ ഇത് 2 വീൽ ഡ്രൈവേ ഉള്ളൂ. 4 വീൽ എല്ലാത്തിനെ പോലെ ഒന്നും അല്ല. ഇത് 2 വീൽ ഡ്രൈവാണ്. വലിയ ബാറ്ററി പാക്കാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇത് 1-1.5 മണിക്കൂർ ഓടുമെന്ന് എന്നോട് ആ ഷോപ്പിലുള്ള ആൾ പറഞ്ഞത്. അപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്തേക്കുന്ന റെഡ് കളർ മോഡലാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിൽ ഇന്ന് ഇത് അൺബോക്സ് ചെയ്ത് ഇതെങ്ങനെ ഉണ്ട് നമുക്ക് ഇന്ന് കാണാം. അപ്പോൾ നമുക്ക് മുമ്പോട്ട് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ വണ്ടിക്ക് ബ്രഷ്ഡ് മോട്ടറാണ് വരുന്നത്, മെറ്റൽ ഗിയേഴ്സാണ് വരുന്നത്. സംഭവം വാട്ടർ പ്രൂഫാണിത്. പിന്നെ ഇതിന് 2 കളറേ ഉള്ളായിരുന്നു ഞാൻ പോയപ്പം. ബ്ലൂവും റെഡും ആണ് അവർ പറഞ്ഞത്. എനിക്ക് പിന്നെ ബ്ലൂവിനോട് അത്രയ്ക്ക് താല്പര്യമില്ല. റെഡാണ് ഞാൻ ചൂസ് ചെയ്തത്. അപ്പോൾ റെഡ് കളറായിരിക്കും ഈ മോഡല്. പിന്നെ ഇത്രയും വലിയ ബാറ്ററി വരുന്നുണ്ട്. സ്പെക്ട്രം സ്മാർട്ട് ബാറ്ററി ആൻഡ് ചാർജറും ഇതിനകത്ത് തന്നെ ഇൻക്ലൂഡഡ് ആണ് ഈ സാധനത്തിനകത്ത്. പിന്നെ എന്താ പറയുന്നത്, ഇത് 2 ഇയർ ലിമിറ്റഡ് വാറണ്ടി ഉണ്ട് ഈ സാധനത്തിന്. അപ്പം നമുക്ക് ഇത് തുറന്ന് വെളിയെടുക്കാം ഗൈസ്. അപ്പോൾ ഗൈസ്, ഇത് ഇവിടുന്ന് ഇതിൻ്റെ ഒരു 2 ടേപ്പ് ഉണ്ട്. നമുക്കിത് പറിച്ചെടുക്കാം. ഇത് ഗൈസ്, പിന്നെ ഇത് നമുക്ക് വീട്ടിൽ കൂടെ ഓടിക്കാൻ ഇത് ഭയങ്കര പാടായിരിക്കും. ഇത് ഇച്ചിരി ഹൈ സ്പീഡ് മോട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് പുറത്തെടുത്തോണ്ട് പോകേണ്ടി വരും. ഇത് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ട്. തൽക്കാലം നമുക്കിത് കാണാം ഇതിൻ്റെ അകമൊക്കെ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഗൈസ്, പെട്ടി തുറന്നിരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ ബോക്സ്. ഇതോട്ടൊക്കെ ഇത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ വണ്ടി. ഇത് റെഡി ടു റണ്ണാണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഫിറ്റൊന്നും ചെയ്യാനില്ല. ബോഡിയുണ്ട്, പിന്നെ ചാസി ഉണ്ട്. അതിനകത്ത് തന്നെ ബാറ്ററി അകത്തോട്ട് ഇൻക്ലൂഡഡ്. അപ്പോൾ അത് നമുക്ക് ചാർജ് ചെയ്തിട്ട് ഡയറക്റ്റ് പുറത്തെടുക്കാം. അപ്പം നമുക്ക് ഇതിനെ പുറത്തെടുക്കാം. പാക്കേജിങ് ഒക്കെ ഭയങ്കര സെറ്റപ്പാണ് ഗൈസ്. അപ്പോൾ ഇതിനകത്ത് മിക്കവാറും ചാർജർ ആകാനാണ് സാധ്യത. എന്തായാലും നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ ഗൈസ്, ഇത് നമ്മുടെ കൺട്രോളറാണ്, റിമോട്ടാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ റിമോട്ട് ഇങ്ങനെയാണ് ഗൈസ് ഇരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ റിമോട്ട്. സ്പെക്ട്രം ടെക്നോളജി എന്ന് പറഞ്ഞാൽ എന്തോ ടെക്നോളജി ഈ സംഭവത്തിനുള്ളത്. നമുക്ക് എന്തായാലും ഓരോന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം. തുറന്ന് അപ്പോൾ ഗൈസ്, നമ്മുടെ വണ്ടി ഇതാണ്. നമ്മുടെ വണ്ടി ഇതാണ്. ഇതിൻ്റെ യൂസർ മാനുവലും പിന്നെ ഇതിനകത്ത് 4 ബാറ്ററി ഉണ്ട് കേട്ടോ, കൺട്രോളർ ഇടാനുള്ള. എന്നോട് ഷോപ്പിൽ പറഞ്ഞപ്പം അവർ പറഞ്ഞ് ഇതില്ലായിരിക്കുമെന്ന്. ഞാൻ എക്സ്ട്രാ 4 കൂടെ മേടിച്ചായിരുന്നു. അതിന് കുഴപ്പമില്ല, നമുക്ക് അവിടെ ഇവിടെ ഒക്കെ വണ്ടി ഉള്ളതുകൊണ്ട് എന്തെങ്കിലും ഒക്കെ ഉപയോഗിക്കാം. ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം.
ഇതൊരു യൂസർ മാനുവൽ. പിന്നെ ഇതെന്തൊക്കെയോ സ്പെയർ പാർട്സ് ആണ് ഗൈസ്. ഇത് കണ്ടോ, സ്ക്രൂ മെല്ലങ്കിങ് കാര്യങ്ങളൊക്കെയാണ് ഇത്. പിന്നെ ഇതൊരു ടാഗ് കേട്ടോ, ആർമയെന്ന് വരുന്ന ഈ ഫ്യൂറി എന്ന് പറഞ്ഞ ടാഗ്. ഇത് പിന്നെ നമുക്ക് ഇതും തുറന്ന് നോക്കാം. അപ്പോൾ ഗൈസ് ഇതാണ് ചാർജർ ഇതിൻ്റെ. ഇതൊരു വയറ്. പിന്നെ ഇത് സ്ക്രൂ ഡ്രൈവർ പോലെ ഇരിക്കുന്ന എന്തോ സാധനമാണ് ഇത്. പിന്നെ ഇത് 4 ബാറ്ററി ഉണ്ട്. പിന്നെ ഇതെന്തോ ഒരു ചാർജിങ്ങിൻ്റെ എന്തെങ്കിലും ആയിരിക്കും, നമുക്ക് എന്തായാലും കണ്ടുപിടിക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് ഈ ബോക്സിൽ വന്നേക്കുന്ന സാധനങ്ങളെ ഒരെണ്ണം ഈ വണ്ടി വന്നിട്ടുണ്ട് ഫുള്ളായിട്ട്. ഇത് 2 സ്ക്രൂ ഡ്രൈവർ പോലത്തെ എന്തോ അക്സസറി ടൂളാണ് ഇത്. അതുപോലെ തന്നെ 2-3 ടൂൾസും കാര്യങ്ങളൊക്കെയായി ഇതൊക്കെ. പിന്നെ നമുക്ക് വന്നേക്കുന്ന ഈ 4 ബാറ്ററി ഇതിനകത്ത് ഇടാൻ വേണ്ടി, കൺട്രോളറിനകത്ത് ഇടാൻ വേണ്ടി. പിന്നെ ഇത് വണ്ടി ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള, വണ്ടീൻ്റെ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള കേബിളും ചാർജറുമാണ് ഇത്. ഇതാണ് ഗൈസ് വണ്ടീൻ്റെ ബാറ്ററി. ഇത് 7 സെൽ 8.4 വോൾട്ട് 3300 mAh ബാറ്ററി. ഇത് സ്മാർട്ട് ടെക്നോളജി എന്ന് പറഞ്ഞ് വരുന്നത്. അത് ഈ ബാറ്ററിയാണ് ഗൈസ്, ഈ സ്പെക്ട്രം ഞാൻ മുമ്പേ പറഞ്ഞ അവരായി ഇത് ഇറക്കുന്നത്. അപ്പം ഈ വണ്ടീൻ്റെ ടോപ്പ് ഇങ്ങനെയൊക്കെയാണ്. നമുക്ക് പറിച്ചെടുക്കാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ സംഭവം. ഇത് 1:10 സ്കെയിലാണ് ഈ സാധനം. ഇതിൻ്റെ അണ്ടർനീത്ത് ഇങ്ങനെയായിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നല്ല കിടിലൻ സസ്പെൻഷനും കാര്യം, നല്ല ഫ്രെയിമുള്ള ബോഡി. ഇത് ബാറ്ററി പോകുന്ന കമ്പാർട്ട്മെൻ്റ് ആണ് ഗൈസ്. ഇത് എപ്പം കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇവിടെ 2 സ്വിച്ച് ഉണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ക്ലിപ്സാണ്. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം ഇങ്ങനെ തുറന്നു വരും. ഈ പാർട്ട് നിങ്ങൾക്ക് കാണാം. ഇവിടെ ഒരു ഹോളുണ്ട്. ഈ സാധനം, ഈ ബാറ്ററി ഇതിനകത്തോട്ടാണ് പോകുന്നത്. ഇവിടെ വെച്ചിട്ട് ഈ കണക്ടർ ഇതേൽ നമ്മളിങ്ങനെ കണക്ട് ചെയ്യുക ചെയ്യുന്നത്. നമുക്ക് നോക്കാം ഇത് സ്റ്റാർട്ട് ആകുമോയെന്നില്ല എന്ന്. അപ്പം ഈ ബാറ്ററി ഭയങ്കര ഹെവിയാണ് ഗൈസ്, ഭയങ്കര ഹെവിയാണ്. സാധാരണ ഇപ്പോഴത്തെ പുതിയ വണ്ടികൾക്കെല്ലാം ലൈപ്പോ ബാറ്ററികളാണ് വരുന്നത്. പക്ഷേ ഇതെന്തോ നിക്കൽ ബാറ്ററി ഇതിന് വന്നേക്കുന്നത്. ഇതിന് പ്രൈസും അതുപോലെ അത്ര അധികം പ്രൈസും ഇല്ല ഈ സാധനത്തിന്. അപ്പോൾ എന്നാൽ കുഴപ്പമില്ലാത്ത ഒരു മോഡലാണ്. 4 വീൽ ഡ്രൈവ് അല്ലാത്തതുകൊണ്ടാണ് ഗൈസ് ഇതിന് വില ഇച്ചിരി കുറവ്. പക്ഷെ എൻ്റെ ഈ 4 വീൽ, ഇതൊക്കെ 4 വീലാണ്. അപ്പോൾ ഇതുള്ളപ്പം ഇതുകൊണ്ട് നമുക്ക് ഡ്രിഫ്റ്റൊക്കെ ചെയ്യാം വെളിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ. അതോർത്തൊക്കെ ഞാൻ പിന്നെ ഇതങ്ങ് പൊക്കിയത്. അപ്പം ബാറ്ററി ഇവിടെ സെക്യൂർ ചെയ്തിട്ട് ഈ മോഡൽ ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനും ഇത് കാണുന്തോറും പഠിച്ചു വരുന്നേ ഉള്ളൂ ഇതെങ്ങനെയായിരുന്നു ഇത് കാര്യങ്ങളൊക്കെ. അപ്പം എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ട് ക്ഷമിക്കണം ഗൈസ്. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ ഇതിനകത്ത് ഒരു ബാറ്ററി ഇടാനുണ്ടായിരുന്നു. ആ ബാറ്ററി സെറ്റ് ചെയ്തു. കൺട്രോളറിനകത്ത് ഇവിടെ താഴെ 4 ബാറ്ററി ഇടാനുണ്ടായിരുന്നു. അത് നമ്മൾ ഇട്ടു. ഇതിപ്പം ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ റിമോട്ടിനകത്ത് നിങ്ങൾക്ക് കണ്ട മനസ്സിലാവും 50, 70, 100 അത് നമ്മൾ പഠിക്കുന്ന രീതി. പക്ഷേ 100 എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റാണ്. ഇപ്പോൾ ഇവിടെ വെച്ച് ഞാനൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആ ബിറ്റേ ഇടിച്ചാൽ വെളിയിലോട്ട് ചാടിപ്പോകും. അപ്പോൾ നമുക്കിത് ആദ്യം 50 തന്നെ വെക്കാം, നോക്കാം. ഇതാണ് ഗൈസ് ഇതിൻ്റെ പവർ. ഇതിപ്പോൾ 50 ഇല്ല, ഇത് ഇനി നമ്മൾ 100 ഒക്കെ ആക്കി കഴിഞ്ഞാൽ ഒത്തിരി പവർ കിട്ടും. പക്ഷെ ഞാൻ ഇപ്പം ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ഇത് ഇപ്പം വരെ ചാർജ് ചെയ്യാത്തത് കൊണ്ട് ഗൈസ്. അപ്പം ഇതാണ് ഇതിൻ്റെ ചാർജർ, റിമോട്ട്. ഇതാണ് നമ്മുടെ വണ്ടി. ഇത് നമുക്ക് ഇതിൻ്റെ ബോഡി വെളിയിൽ ഇറക്കാൻ പറ്റും. ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണ്. അതിങ്ങനെ മറിച്ചിട്ട് ഇവിടെ 2 ക്ലിപ്പുണ്ട്. ജസ്റ്റ് ഇങ്ങനെ പുള്ളി ചെയ്താൽ മതി ആ ക്ലിപ്പുകൾ രണ്ടും. അപ്പോൾ ഗൈസ് ഇതാണ് സംഭവം. ഇതാണ് വണ്ടീൻ്റെ ബോഡി. ഇതാണ് ഫുൾ മെക്കാനിസം ഇതിൻ്റെ അകത്ത്. ഇത് റിസീവറിൻ്റെ സംഭവങ്ങൾ, ഇത് ഓൺ ഓഫ് സ്വിച്ച്, വണ്ടി ഓൺ ഓഫ് ചെയ്യാൻ. പിന്നെ സസ്പെൻഷനും കാര്യങ്ങളും നിങ്ങൾക്ക് കണ്ട മനസ്സിലാവും. ഇത്
ഇച്ചിരി ഹെവി ഡ്യൂട്ടി സസ്പെൻഷൻ. നമുക്ക് വെളിയിൽ കൂടെ ഓടിക്കാനേ പറ്റത്തുള്ളൂ. ഇത് വീടിനകത്ത് ഇച്ചിരി പാടായിരിക്കും ഇത്. ഇത് നല്ലൊരു ബൗൺസിങ് ആക്ഷൻസ് ഒക്കെ ഉണ്ട് ഈ വണ്ടിക്ക്. നമുക്ക് എന്തായാലും ഒരു ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ഓടിക്കാൻ ശ്രമിക്കാം, നോക്കാം ഇത് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഗൈസ് ഇതാണ്. ഇതിപ്പോൾ റിയൽ വീൽ ഡ്രൈവ് ആയ കാരണം നമുക്ക് ബാക്ക് വീലിലെ പിടുത്തമുള്ളൂ ഗൈസ്. അതാ നിങ്ങൾക്ക് ഈ സൗണ്ട് കേൾക്കുന്നത്. ഡ്രിഫ്റ്റ് ചെയ്യുന്ന നമ്മുടെ ഫ്ലോറിൽ അത്രയും ഗ്രിപ്പ് ഇല്ലാത്ത. അപ്പോൾ ഗൈസ് ഇത് ജസ്റ്റ് 50ലാണ് കിടക്കുന്നത്. ഇനിയുണ്ട് 75 ഉണ്ട്, 100 ഉണ്ട്. ഇത് നമുക്ക് ഏതെങ്കിലും ഒരു ദിവസം ബാറ്ററി ഒക്കെ ചാർജ് ചെയ്തിട്ട് ഇത് വെളിയിൽ കൊണ്ടുപോയി ഇതിന്റെ ഫുൾ ആക്ഷൻ നമുക്ക് അങ്ങനെ കാണാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ വണ്ടീന്റെ വിശേഷമായിരുന്നു. ഇത് നമുക്ക് വെളിയിൽ കൊണ്ടുപോകാം. പക്ഷെ ഇപ്പോൾ ഞാൻ ബാറ്ററി ചാർജ് ചെയ്തിട്ടേ ഇല്ല. ഇതൊന്ന് ഫുൾ ചാർജ് ചെയ്തിട്ട് മേ ബി നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത ആഴ്ച നമുക്ക് ഈ വണ്ടി നമുക്ക് വെളി പാർക്കിൽ പോയി, ഇപ്പോൾ സ്നോ ഉണ്ട് എന്നാലും കുഴപ്പമില്ല, അപ്പോഴത്തേന് ഇച്ചിരി കുറയുമായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇത് വെളി കൊണ്ടുപോയി ഇത് ഫുൾ ടെസ്റ്റ് ചെയ്യാം. ഇതിപ്പോൾ റിയൽ വീൽ ഡ്രൈവ് മാത്രമായ കാരണം ഇപ്പോൾ കിടന്ന് ഒത്തിരി നല്ലൊരു തെന്നും നല്ല സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് മുമ്പത്തെ ക്ലിപ്പിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണും. അപ്പോൾ ഈ സാധനം നമ്മളിനി ചാർജ് ചെയ്തിട്ട് നെക്സ്റ്റ് ടൈം വെളി കൊണ്ടുപോകാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഇതിനെപ്പറ്റി തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് ഇന്നത്തെ ജസ്റ്റ് അൺബോക്സിങ് ആയിരുന്നു. ഞാൻ ഒത്തിരി സാറ്റിസ്ഫൈഡ് ആയി ഈ പ്രൊഡക്റ്റ് കൊണ്ട്. നല്ല പ്രൊഡക്റ്റ് കേട്ടോ. ഇതും അതുപോലത്തെ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ അത്ര സ്പീഡ് ഇതിന് കിട്ടത്തില്ല. ഇത് ജസ്റ്റ് ക്രോൾ ചെയ്ത് ഇതുകൊണ്ട് കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും ഇതൊരു ക്രോളർ സീരീസാണ്. ഇത് വേറെ ഒരു സംഭവം തന്നെ. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഒരു ഐറ്റം മേടിക്കുന്നത്. ഇതെനിക്ക് ഇച്ചിരി ഞാൻ മേടിക്കുന്ന ഷോപ്പ് എനിക്ക് ഇച്ചിരി ചീപ്പ് റേറ്റിന് തന്നുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞ ഇതിൻ്റെ ചെറിയ ഒരു മോഡലുണ്ട് ആർമാൻ്റെ, അത് മേടിക്കാനായിരുന്നു പോയത്. അപ്പം അതും ഇതുമായിട്ട് ചെറിയൊരു നിസ്സാര പൈസക്ക് വ്യത്യാസമുള്ളായിരുന്നു. അപ്പോൾ ഇത് 1:10 സ്കെയിലിൽ വരുന്ന ആർമാൻ്റെ ഫ്യൂറി എന്ന് പറയുന്ന മെഗാ 550 എന്ന് പറഞ്ഞ മോഡലാണ് ഇത് ഗൈസ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ അടുത്ത എന്തെങ്കിലും വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ.